കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 32ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാണുക മൂലപാവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവയെ അതിജീവിക്കുവാനുള്ള പുണ്യങ്ങളെക്കുറിച്ചുമാണ്. ഇന്നേ ദിവസം നമ്മൾ കാണുക ലേസിനെസ്സിനെ കുറിച്ചാണ്, മടി. ഇതിനെക്കുറിച്ച് കൊച്ചുത്രേസ്യ എന്താണ് പറഞ്ഞിരിക്കുക? നമ്മൾ ആദ്യമായിട്ട് കാണുക ഈ വിഷയത്തിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരിലേക്കാണ്. ഒന്നാമതായിട്ട് വിശുദ്ധ ബെനഡിക്റ്റ്. സന്യാസ ജീവിതത്തിലെ ഉത്സാഹത്തിനും ജോലിയുടെ പ്രാധാന്യത്തിനും ഊന്നൽ നൽകുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ അധ്വാനശീലത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ വീക്ഷണത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. പ്രാർത്ഥനയോടും പ്രവൃത്തിയോടുമുള്ള അമ്മ ത്രേസ്യയുടെ പ്രതിബദ്ധത ആത്മീയ വളർച്ചയ്ക്ക് അലസത ഒരു തടസ്സമായി കാണുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പ്രേരിപ്പിച്ചു. മൂന്നാമതായിട്ട് ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇപ്രകാരം പറയുന്നു: മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. ഈ വാക്യങ്ങൾ കൊച്ചുത്രേസ്യ സ്വീകരിച്ച കഠിനാധ്വാനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വചനമാണ് പൗലോസ്ലീഹ കൊലോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. ഓരോ ജോലിയും ദൈവത്തെ സേവിക്കുവാനുള്ള അവസരമായാണ് കൊച്ചുത്രേസ്യ കണ്ടത്. അവളുടെ ഉൾക്കാഴ്ച ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ മടിയെക്കുറിച്ച്, അലസതയെക്കുറിച്ച് കൊച്ചുത്രേസ്യ പറയുന്ന ദർശനങ്ങളെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഡിലിജൻസ് ഇൻ ഡെയിലി ലൈഫ്, അനുദിന ജീവിതത്തിലുള്ള ഉത്സാഹം. രണ്ടാമതായിട്ട് ഓവർകമ്മിങ് പ്രൊക്രാസ്റ്റിനേഷൻ, നാളെ എന്നുള്ള നീട്ടിവെക്കലിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത്. മൂന്നാമതായിട്ട് ജോയ് ഇൻ സർവീസ്, സേവനത്തിലുള്ള സന്തോഷം. നാലാമതായിട്ട് പ്രെയർ ആസ് ആക്ഷൻ, പ്രാർത്ഥനയെ പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നു. അഞ്ചാമതായിട്ട് ലവ് ആസ് മോട്ടിവേഷൻ, സ്നേഹത്തെ ഒരു മോട്ടിവേഷനായിട്ട് അവൾ കണക്കാക്കി. പ്രിയമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഡിലിജൻസ് ഇൻ ഡെയിലി ലൈഫ്, അനുദിന ജീവിതത്തിലുള്ള ഉത്സാഹം. ഓരോ ജോലിയും അതെത്ര ചെറുതാണെങ്കിലും ഉത്സാഹത്തോടെയും സ്നേഹത്തോടെയും സമീപിക്കണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ അന്തിമ വയസ്സുകളിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സേവിക്കാനുള്ള അവസരങ്ങളായെന്നാൽ എൻ്റെ എല്ലാ കടമകളും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവളുടെ കടമകളെ ദൈവത്തെ സേവിക്കുവാനുള്ള മാർഗങ്ങളായിട്ട് കണ്ടു. അതുകൊണ്ട് എല്ലാത്തിലും അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗമായാണ് ഞാൻ എൻ്റെ അനുദിന ജോലികളെ കാണുക. അപ്പോൾ അവൾക്ക് ഉത്സാഹം വരാൻ കാരണം അവളുടെ ജോലികളെ ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടിരുന്നു എന്നതാണ്. ഈ ആത്മീയതയുടെ രണ്ടാമത്തെ തലം എന്ന് പറയുക നാളെ എന്ന് നീട്ടിവെക്കുന്ന പ്രവണത ഒഴിവാക്കുക എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങളിൽ കാലതാമസം വരുത്താതിരിക്കേണ്ടതിൻ്റെയും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നതിൻ്റെയും പ്രാധാന്യം വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ അന്തിമ വയസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: നീട്ടിവെക്കുന്നത് സ്നേഹത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു. നോക്കി അവളുടെ ഉൾക്കാഴ്ച. നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുമ്പോൾ അവൾ കാണുന്നത് സ്നേഹത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൾക്ക് അത്രമാത്രം തീഷ്ണത ഉണ്ടായിരുന്നത്.
അവളുടെ സഹോദരി സെലിൻ അയച്ച ഒരു കത്തിൽ അവളിങ്ങനെ പറയുന്നു, കാലതാമസമില്ലാതെ എൻ്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സ്ഥിരോത്സാഹത്തോടെ നീട്ടിവെക്കാതെ പ്രവർത്തിക്കുന്നു എന്ന് കൊച്ചുരേസ്യ തൻ്റെ സഹോദരിക്ക് ഉറപ്പ് നൽകിയാണ്. ഈ ആത്മീയതയുടെ മൂന്നാമത്തെ തലം എന്ന് പറയുക ജോയ് ഇൻ സർവീസ്. സേവനം ചെയ്യുന്നതിൽ അവൾ കണ്ടെത്തിയിരുന്ന സന്തോഷം. മറ്റുള്ളവരെ സന്തോഷത്തോടെ സേവിക്കുന്നത് അലസതയ്ക്കുള്ള പ്രതിവിധിയാണെന്നും ജോലിയെ സ്നേഹത്തിൻ്റെ പ്രവർത്തനമാക്കി മാറ്റുമെന്നും വിശുദ്ധ കൊച്ചുരേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, മറ്റുള്ളവരെ സേവിക്കുന്നത് എനിക്ക് സന്തോഷം നൽകുന്നു. അത് അലസതയിലേക്കുള്ള ഏതൊരു പ്രലോഭനത്തെയും ഇല്ലാതാക്കുന്നു. അപ്പോൾ സേവിക്കുക അവൾക്കൊരു വലിയ സന്തോഷമായിരുന്നു. മാത്രമല്ല ആ സന്തോഷം അലസതയെ തരണം ചെയ്യുവാനായിട്ട് അവളെ സഹായിച്ചിരുന്നു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ ആത്മകഥയിൽ തന്നെ വീണ്ടും അവൾ പറയുന്നുണ്ട്, ഞാൻ സന്തോഷത്തോടെ സേവിക്കുമ്പോൾ എൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയാണ്. അപ്പോൾ അവൾ സേവനത്തിലിടുന്ന സ്നേഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൾ നിറയുന്നു. നാലാമത്തെ തലം എന്ന് പറയുക പ്രെയർ ആസ് ആക്ഷൻ. അവൾ പ്രാർത്ഥനയെ വെറുമൊരു ആത്മീയ പ്രവർത്തനമായിട്ടല്ല വീക്ഷിച്ചത്, സജീവമായ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനുള്ള ഒരു പ്രേരകമായാണ് അവൾ പ്രാർത്ഥനയെ കണ്ടിരുന്നത്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിച്ച് വയ്ക്കുന്നു, എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രവൃത്തികളെ പ്രചോദിപ്പിക്കുന്നു. ഇതെൻ്റെ അനുദിന ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അവളുടെ പ്രവൃത്തികളെ അവളുടെ പ്രാർത്ഥന പ്രചോദിപ്പിക്കുകയാണ്. ഇത് അനുദിന ജീവിതത്തിൽ നിരന്തരം നീളിച്ചിരുന്നു എന്നാണ്, ഒന്ന് ചേർന്ന് പോയിരുന്നു എന്നാണ് പുണ്യവതി പറയുക. അവൾ മദർ ആഗ്നസിന് എഴുതിയ എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കടമകൾ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രാർത്ഥന എനിക്ക് ശക്തി നൽകുന്നു. അപ്പോൾ പ്രാർത്ഥന സ്നേഹത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് കൊച്ചുരേസ്യയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് അവൾ മദറിന് എഴുതുകയാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക ലവ് ആസ് മോട്ടിവേഷൻ. ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം നമ്മുടെ പ്രയത്നങ്ങളെ പ്രചോദിപ്പിക്കണമെന്നും ജോലിയെ സന്തോഷകരമായ ഒരു സമർപ്പണമാക്കി മാറ്റണമെന്നും വിശുദ്ധ കൊച്ചുരേസ്യ തറപ്പിച്ച് പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും പിന്നിലെ പ്രേരക ശക്തി സ്നേഹമാണ്. അപ്പോൾ അവൾ സ്നേഹത്താലാണ് ചലിച്ചിരുന്നത്. അത് അവൾ കുറിച്ച് വയ്ക്കുന്നത്. ആത്മകഥയിൽ വീണ്ടും അവൾ പറയുന്നു, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം മടി പിടിച്ചിരിക്കാനുള്ള ഏതൊരു പ്രലോഭനത്തെയും തരണം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ മടിയെ തള്ളിക്കളയുവാനായിട്ട് അല്ലെങ്കിൽ മടിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവൾക്ക് പ്രേരണ നൽകിയിരുന്നു എന്നാണ് അവൾ കുറിച്ച് വയ്ക്കുക. സ്നേഹമുള്ളവരെ, കൊച്ചുരേസ്യ ലേസിനെസ്സിനെ കുറിച്ച്, അലസതയെക്കുറിച്ച് പറഞ്ഞ 5 തലങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആത്മീയതയിലും മനഃശാസ്ത്രത്തിലും സാമൂഹ്യ തലങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. ഉത്സാഹത്തെ വിശ്വാസത്തിൻ്റെ പ്രകടനമായി വീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സജീവമായൊരു മനോഭാവം സ്വീകരിക്കുവാൻ കൊച്ചുരേസ്യയുടെ ഉൾക്കാഴ്ചകൾ അനേകരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അലസതയെ മറികടക്കുന്നതിനെക്കുറിച്ചുള്ള അവളുടെ ചിന്തകൾ മോട്ടിവേഷൻ, എൻഗേജ്മെൻറ്റ്, ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് എന്നിവയെക്കുറിച്ചുള്ള ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. സേവനത്തിനും ജോലിയിലെ സന്തോഷത്തിനും കൊച്ചുരേസ്യ നൽകിയ ഊന്നൽ അധ്വാനശീലത്തെയും സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും വിലമതിക്കുവാൻ സമൂഹങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അലസതയെക്കുറിച്ച് കൊച്ചുരേസ്യ പുണ്യവതി കണ്ടിരുന്ന കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇന്നേ ദിവസം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമുക്കെങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക? ഒന്നാമതായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ അലസതയുമായി പോരാടുന്നത്? ഉത്സാഹത്തിലൂടെ എനിക്കിതെങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, എൻ്റെ അനുദിന ജോലികളോടും ഉത്തരവാദിത്തങ്ങളോടും എനിക്കെങ്ങനെ സന്തോഷകരമായ മനോഭാവം വളർത്തിയെടുത്ത് അതിനെ വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, കൂടുതൽ പ്രവർത്തനവും സേവനവും പ്രചോദിപ്പിക്കുന്നതിനായി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ എനിക്ക് മാറ്റാനായിട്ട് സാധിക്കും? സ്നേഹമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അലസതയെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
ഈ നിമിഷം നമുക്ക് ഒന്നു ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിനനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് പുണ്യതയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിൽ അലസതയുടേതായ എന്തെങ്കിലുമൊക്കെ വേരുകളുണ്ടെങ്കിൽ അത് പറിച്ചു കളയാനായിട്ട് പുണ്യവതി ഞങ്ങളെ സഹായിക്കണമേ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയിലെ ചെറുപുഷ്പത്തെ ഞങ്ങളേറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എത്രമാത്രമാണ് അവളുടെ അലസതയെ തരണം ചെയ്തത്, അല്ലെങ്കിൽ അലസത വരാതിരിക്കുവാൻ വേണ്ടി അവൾ ശ്രദ്ധിച്ചത്. പ്രാർത്ഥനയെ പ്രവർത്തനമാക്കി മാറ്റി എല്ലാം സ്നേഹത്തിൽ ചാലിച്ച് ചെയ്തു. ഞങ്ങളോടുള്ള ഇഷ്ടത്തെ പ്രതി ചെയ്തു. എങ്ങനെയൊക്കെയാണ് അവൾ ജീവിതത്തെ ക്രമീകരിച്ചത്. നല്ലവനായ കർത്താവേ, ഇതുപോലെ ഞങ്ങളും നിന്നോട് ഒട്ടിച്ചേരുവാനായിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി നിന്നെപ്പോലെ എപ്പോഴും ഉത്സാഹിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് പ്രാർത്ഥനയും സ്നേഹമൊക്കെ ചേർത്ത് വയ്ക്കുവാനായിട്ട്, അലസതയെ അനുദിന ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുവാനായിട്ട്, എപ്പോഴും ഉത്സാഹിക്കുന്ന വ്യക്തികളായിരിക്കുവാനായിട്ട്, ജോലികളിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ